ഞാൻ ഈ മുഴുവൻ കാശും വെച്ച് കളിക്കാൻ ഇറങ്ങുവാണ്. ഈ പ്രാവശ്യം എന്താന്ന് പറ. ഏറ്റവും മുകളിൽ 3 ഡൈസ്. നമ്പർ 1. ഗുഡ്, വെരി ഗുഡ്. ഇത്തരം ചൂതാട്ടത്തിൽ വിജയിക്കാനുള്ള രഹസ്യം എന്താണെന്നറിയാലോ? ഒന്ന് മാത്രം, ചൂത് കളിക്കരുത്. കാരണം അത് കളിയല്ല, കബളിപ്പിക്കലാണ്. നീ ഈ കളി പഠിക്കാൻ ആഗ്രഹിക്കുന്നോ? എന്റെ അച്ഛൻ ഈ കളി വെച്ചാണ് അവർ കൊന്നത്. ഇപ്രാവശ്യം എത്രയാണ്? 0. ഇത്തരം കളികൾ ഓരോ നിമിഷവും മരണക്കളിയാ. നീ ചിലപ്പം മരിച്ചു പോകാം. മരിക്കുന്നതിന് മുൻപ് എന്റെ അച്ഛനെ കൊന്നവരെ ഞാൻ കൊന്നിരിക്കും. ഇതെന്റെ വാക്കാണ്. അപ്പൊ നിന്റെ വാക്ക് നിറവേറ്റാനായിട്ട് ഈ ജോലി തനിച്ചു വേണം ചെയ്യാൻ. അതെനിക്കറിയാം. നടാഷ ഗോംസ്, ഗോവയിലെ അണ്ടർഗ്രൗണ്ട് കസിനോ പ്രൈഡിന്റെ റാണി. അവിടെ ഇല്ലീഗലി കോടിക്കണക്കിന് രൂപ ചൂത് കളിക്കുന്നവരുണ്ട്. നടാഷയുടെ സമ്മതമില്ലാതെ കസിനോയിൽ ഒരു ഇല പോലും അനങ്ങില്ല. ഓക്കേ, ഞാൻ തോറ്റുപോയി. നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. മറക്കാതെ വീണ്ടും വരണം കേട്ടോ. പീറ്റർ, ടേബിൾ സെറ്റ് ചെയ്യ്. അത് കൊള്ളാം. ഇത്രയും പെട്ടെന്ന് ടേബിൾ സെറ്റ് ചെയ്തോ? ശരിക്കുള്ളൊരു ഗ്യാംബ്ലറിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? നടാഷ മാം, ആന്റണി വരുന്നുണ്ട്. ആന്റണി ഒരു ചുഴലിക്കാറ്റാണ്. അവൻ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിക്കും. ഈ ചുഴലിക്കാറ്റിനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. വേഗം വാ, നടാഷ മാം വിളിച്ചിരിക്കുക. തീർച്ചയായും ആന്റണിയെ കുറിച്ച് പറയാനായിരിക്കും. നടാഷ മാം, നിങ്ങൾ വിളിച്ചായിരുന്നോ? യെസ്, ആന്റണി വരുന്നുണ്ട്. അവന്റെ റെക്കോർഡ് വെറുതെ കസീനോ ജയിക്കുന്നത് മാത്രമല്ല, അത് നശിപ്പിക്കുന്നത് കൂടിയാ. ഇപ്രാവശ്യം അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കസീനോ പ്രൈഡ്. നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. എന്നോടൊപ്പം നിങ്ങളും കൂടി അവന്റെ കയ്യിൽ കുടുങ്ങരുത്. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആന്റണി വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകണം. ഇതിലുള്ള കാശ് നിങ്ങൾ എല്ലാവരും പങ്കിട്ടെടുത്തോളൂ. മാം എന്തിനാ പേടിക്കുന്നേ? ഇവിടെയുള്ള എല്ലാരും നിങ്ങളൊപ്പം ഉണ്ട്. ഞങ്ങളുണ്ടാവും. ഈ വരുന്ന ആന്റണി എത്ര വലിയ കളിക്കാരനായാലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തരുന്ന വാക്കാണ്. യെസ് മാം, അവൻ പറഞ്ഞു ശരിയാ. കാസിനോ പ്രൈഡിൽ നല്ല നല്ല കളിക്കാരുണ്ട്. അവൻ നല്ലോണം കളിക്കും, ഞാൻ നല്ലോണം കളിക്കാറുണ്ട്. ഞങ്ങൾ കളിക്കാം. ആന്റണിക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യെസ് മാം, ഞങ്ങളെല്ലാവരും വിശ്വസ്തരാണ് മാഡം. ഞങ്ങളെങ്ങോട്ടും ഓടിപ്പോവില്ല. പിന്നെ ഈ കാശ്, ഇത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. എനിക്ക് കാശ് വേണം. എനിക്ക് കാശ് വേണം. എടാ ദ്രോഹി, നടാഷ മാമ നിന്നെ റോഡിൽ നിന്ന് ഇവിടം വരെ എത്തിച്ചത്. നിനക്ക് കാശ് വേണോ അല്ലേ? മറക്കരുത്, അന്ന് നടാഷ മാം ഇല്ലായിരുന്നെങ്കിൽ അന്ന് റോഡരികിൽ നീ ചത്തു കിടന്നിരുന്നേനെ. ഹലോ, എനിക്ക് തോന്നുന്നു നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ നിനക്കൊരു ജോലി തരാം, നീ ചെയ്യൂ. പട്ടിയാണെങ്കിൽ പോലും നന്ദി ഉണ്ടാവൂടാ. പക്ഷെ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. നിർത്ത്, മതി, വിട്ടേക്ക്. പീറ്റർ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ.
നടേശ മാം അവൻ എത്തിക്കഴിഞ്ഞു. ആന്റണി, ഗോവ സിറ്റിയിലെ ഏറ്റവും പോപ്പുലറായ ഗാംബ്ലർ. ഇന്നുവരെ ആരുടെ മുന്നിലും അവൻ തോറ്റിട്ടില്ല. എല്ലാരും പറയുന്നത് അവൻ തന്റെ കൈകൊണ്ട് ചീട്ടെടുത്ത് കളിച്ചാൽ ഗെയിം മൊത്തം മാറി മറിയുമെന്നാണ്. കസീനോ അവനൊരു സ്ഥലം മാത്രമല്ല, മരണത്തിന്റെ മൈതാനമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഗെയിം ഓവർ. വെൽക്കം സർ. നിങ്ങൾ ഇന്ന് ഏത് ഗെയിമാ കളിക്കാൻ ആഗ്രഹിക്കുന്നത്? ബോസ് ചെറിയ ഗെയിംസ് ഒന്നും കളിക്കാറില്ല, വലിയ ഗെയിംസേ കളിക്കുള്ളൂ. നിങ്ങളുടെ ബോസിനെ വിളിക്ക്. ആന്റണി, വെൽക്കം ആന്റണി. പറയേ, എവിടുന്നാ തുടങ്ങേണ്ടത്? ഇന്നാ പിടിച്ചോ, എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. എന്റെ ബാഗ് ഫുള്ളാ. ഇത്രയ്ക്ക് കാശോ? ഗോവയിലെ ഫൈറ്റ് ക്ലബിന്റെ ക്യാപ്റ്റനാണ് ധാര. പക്ഷേ കസിനോയിൽ ദിവസവും രാത്രി തോൽക്കുന്നത് പതിവാണ്. അവിടെ ചാമ്പ്യൻ, ഇവിടെ ലൂസർ. ഞങ്ങൾ തയ്യാറാണ്. ചെഞ്ചുണ്ടിൽ തേനാണെങ്കിലും ഉള്ളിൽ തീയ. നോ ഫിയർ, ഐ ലൈക്ക് ഇറ്റ്. എന്നാ തുടങ്ങാം. ഞാൻ കുറച്ച് ഡേഞ്ചറസാ, നീ കുറച്ച് വിഷമിക്കും. ഒരുപക്ഷെ നീ തോറ്റാൽ നിന്റെ ഈ കസിനോ സ്വപ്നങ്ങളുടെ കല്ലറയായി മാറും. എന്നുവെച്ചാ എന്നേക്കുമായിട്ട് ഷട്ട് ഡൗൺ. എന്താടാ പിച്ചും പേയും പറയുന്നേ? അങ്ങനെ കാസിന് ക്ലോസ് ആയി പോയ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോവും? പറയെല്ലാവരും. ഞങ്ങളെങ്ങോട്ട് പോകും? ഒരുപക്ഷെ നീ തോറ്റുപോയാലോ? അങ്ങനെ എന്തായാലും ഒരിക്കലും സംഭവിക്കില്ല ഡാർലിംഗ്. നിർത്ത്, മതിയാക്ക്. ഞങ്ങളിവിടെ ഇരിക്കുന്നത് തമാശാണെന്നല്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്യേ. അപ്പൊ അറിയാം ആരാ ജയിക്കുന്നേ ആരാ തോക്കുന്നേന്ന്. സ്പോട്ട് പണി ചെയ്യുന്നവൻ സ്പോട്ടിൽ നിന്നാ മതി. നിന്റെ ജോലി വാച്ച് ചെയ്യുന്നത് മാത്രമാണ്, അതായത് കളിക്കുന്നവരെ. എന്റെ ഈ കണ്ണുകൾ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നാ വാ, ഒരു കാര്യം ചെയ്യ്. നിന്നെ പോലെ എത്ര പേരുണ്ടോ അവരെല്ലാം ഇവിടെ വിളിച്ചു വരുത്ത്. വേഗം വിളിക്ക്, എനിക്കധികം സമയമില്ല. ഞാനുണ്ട്. ഇവിടെ ഒറ്റപ്പനെ പിറന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കെതിരെ കളിക്കാൻ? കാരണം നിന്റെ ഈ കാസിനുള്ള ആരുടെ കയ്യിലും ഒരു രൂപ പോലും ഉണ്ടാകില്ല. ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. പക്ഷെ എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. നീ നിന്നെ അങ്ങ് പണയം വെക്ക്. അതൊരു ചോയ്സ് മാത്രമാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്ക്. ഇനി നീ ജയിച്ചാൽ എന്റെ മൊത്തം പണവും നിന്റേത്. പിന്നെ നിന്റെ കാസിനോട് ഞാൻ കാലുകുത്തില്ല. പക്ഷെ ഞാൻ വിജയിച്ചാൽ 3 വർഷം നീ എന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും. പിന്നെ എന്നെ നന്നായി സന്തോഷിപ്പിക്കേണ്ടിയും വരും. സമ്മതാണോ? ഇനി നീ ജയിച്ചാൽ എന്റെ മൊത്തം പണവും നിന്റേത്. പിന്നെ നിന്റെ കാസിനോട് ഞാൻ കാലുകുത്തില്ല. പക്ഷെ ഞാൻ വിജയിച്ചാൽ 3 വർഷം നീ എന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും. പിന്നെ എന്നെ നന്നായി സന്തോഷിപ്പിക്കേണ്ടിയും വരും. ആന്റണി, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണ്. ആന്റണി ഇനിയും ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചൂത് കളിക്കണോ? നിനക്ക് ഇതുപോലും അറിയില്ലേ? ആര് ജയിച്ചാലും അവനെല്ലാം സ്വന്തമാക്കും, അത് പൈസ ആയാലും പെണ്ണായാലും. ദാറ്റ്സ് ദ റൂൾ. അതാണ് ഗാംബ്ലിങ്ങിന്റെ റൂള്. പിന്നെ അടുത്ത തവണ എന്നോട് ഒച്ചയിൽ സംസാരിക്കരുത്. ഒരു മിനിറ്റ്. എന്തിനാ നീ പോകുന്നവരെ പിടിച്ചു നിർത്തുന്നേ? പീറ്റർ, നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? അല്ല, നീ ആരാ? ഇതുവരെയും നീ കളി ജയിച്ചിട്ടില്ല ആന്റണി. ഡാർലിംഗ്, ഇവൻ നിന്റെ ആളാണോ? ഹാ. മാഡം തോറ്റപ്പോ നിനക്ക് ഭ്രാന്ത് പിടിച്ചു അല്ലേ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിനക്കെന്താ, മരിക്കണോ? ഞാൻ കരുതി നീ ശരിക്കും ഒരാണാണെന്ന്. അപ്പൊ പറഞ്ഞ വാക്ക് മാറ്റി പറയരുത്. What do you mean? കാസിനോ പ്രൈഡിനെ അടച്ചുപൂട്ടാൻ നീ ഞാൻ വെച്ചിരിക്കുന്ന 15,000 രൂപയും കളിച്ച് ജയിക്കണം. ഇത് നിന്റെ അച്ഛന്റെ കാശാണോടാ? ഈ ക്യാഷ് കാസിനോ പ്രൈഡിന്റെയാണ്, ഞാൻ എടുത്തു വെച്ചതാ. എങ്കിൽ പിന്നെ അത് ബാഡ് ലക്ക് തന്നെയാണ്. എന്താന്ന് ചോദിക്ക്.
കാരണം ഇന്നത്തെ ഗെയിമിലെ മിനിമം എമൗണ്ട് 20,000 ആണ്. ഒരു 5,000 ഉണ്ടെങ്കിൽ എടുത്ത് വെക്ക്. ഇത് വെറും 15,000 ഉള്ളൂ. നീ എങ്ങനെ കളിക്കും? എനിക്ക് കളിക്കാൻ പറ്റുമെങ്കിലോ? ആണോ? എങ്ങനെ കളിക്കും? ഞാൻ എന്റെ ഇടത് കൈ നിനക്ക് ബെറ്റായിട്ട് വെച്ചു തരാം. എനിക്ക് കളിക്കാൻ പറ്റുമെങ്കിലോ? ആണോ? എങ്ങനെ കളിക്കും? ഞാൻ എന്റെ ഇടത് കൈ നിനക്ക് ബെറ്റായിട്ട് വെച്ചു തരാം. നീ നിന്റെ കൈ വെച്ച് കളിക്കാൻ പോവാണോ? പീറ്റർ, നിനക്കെന്താ ഭ്രാന്താണോ? എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. എടാ, വിരല് വെച്ച് കളിക്കുന്നിടത്ത് നീ കൈ വെച്ച് കളിക്കാൻ ഇറങ്ങിയേക്കാണോ? പക്ഷെ നിന്റെ ഇടത് കൈ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിലാണെങ്കിൽ 2 കൈയുണ്ട്, കഴിക്കാനാണെങ്കിലുണ്ട്. ആ പിന്നെ, നീ എനിക്ക് പ്രയോജനമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നീ നിന്റെ ജീവൻ വെച്ച് കളിക്കോ? പറ 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 പറ, വേഗം പറ. തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. പീറ്റർ, ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല. നീ ഇവിടുന്ന് പോ. ലല്ലല്ലാ, ലല്ലാ, ലല്ലല്ലാ, ലല്ലാ. വിഷമം തോന്നുന്നുണ്ടല്ലേ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്നാൽ ഇവന്റെ ജീവൻ രക്ഷിക്കണമെങ്കിലേ എന്റെ പഴയ പ്രപ്പോസല് ഇപ്പോഴും ഓപ്പൺ ആണ്. 3 വർഷത്തേക്ക് അടിമയായിട്ട് ജീവിക്കണം. പറയൂ നതാഷ ഡാർലിംഗ്, നീ റെഡിയാണോ? പീറ്റർ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ എന്താ ആന്റിനെ സഹായിക്കുകയാണോ? നദാക്ഷമാമിനെ അവന്റെ അടിമയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ഇവനെ പറഞ്ഞയച്ചത്? നിന്റെ ലക്ഷ്യം എന്താ? വെറുതെ സമയം കളയാതെ കളി വേഗം തുടങ്ങി ആന്റണി. ഞാൻ എന്റെ ജീവൻ വെച്ച് കളിക്കാനും തയ്യാറാണ്. ഓക്കെ, ഐ എം ഓൾസോ റെഡി. ഞാനും വളരെ എക്സൈറ്റഡാ. എനിക്കും അതൊന്ന് കാണണം. നീ തോറ്റ ശേഷം നിന്റെ നതാഷ മാഡത്തിന്റെ കാര്യം എന്താകും? പ്രപ്പോസൽ ഇപ്പോഴും 3 വർഷം അടിമ. ഓക്കെ, ന്യൂ ഗെയിം വിത്ത് ന്യൂ കാർഡ്സ്. നടാഷ മാം, നിങ്ങൾ അവന്റെ വലയിൽ ചെന്ന് ചാടരുത്. അവൻ നമ്മുടെ ശത്രുവാണ്. നടാഷ മാം, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പുതിയ കാർഡ്സ് കൊണ്ടുവന്ന് കൊടുക്ക്. പീറ്റർ കളിക്കും. വാവ്, എനിക്ക് നിന്റെ ഈ ചലഞ്ച് വളരെ ഇഷ്ടമായി. ഇനി എനിക്കറിയേണ്ടത് നിന്റെ പവർ എത്രയാന്നാ. സോ ലെറ്റ്സ് ബിഗിൻ ദ ഗെയിം. നദാശമ്മയുടെ ഈ ഫ്രോഡിനെ എങ്ങനെ വിശ്വസിച്ച് കളിക്കാൻ പറഞ്ഞത്? ഇവൻ കാരണം കസിനോ പ്രേഡിനൊപ്പം നടാഷ മാമിനെയും തോൽപ്പിക്കും. ഞാൻ പറയുന്നത് ഇതാ എടുത്തോ. എന്റെ ഒരു ദൗർഭാഗ്യേ, നിന്നെ പോലെയുള്ളവരുടെ കൂടെയൊക്കെ കളിക്കേണ്ട ഗതികേട് വന്നല്ലോ എനിക്ക്. നീ ഇതിനു മുമ്പ് ഇതൊക്കെ കളിച്ചിട്ടുണ്ടോ? ഇപ്പൊ 3 കാർഡ് എടുത്തു വെച്ച് ഓപ്പൺ ചെയ്യ്. ഇതിപ്പോ അതിനുള്ള സമയമോ? എടാ പീറ്ററെ, നിനക്കെന്താ ഭ്രാന്താണോ? കാർഡ് നോക്കാതെ കളിക്കുകയാണോ? എന്താടാ നീ ചെയ്യുന്നേ? നിനക്കെന്താ തലയ്ക്ക് വട്ടായോ? കാർഡ് എടുത്ത് വെക്കേ. നിന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാം. ഭാഗ്യം പോലും വഴി മാറി നിൽക്കും മോനെ. ആന്റണി കളിക്കാൻ ഇറങ്ങിയ എല്ലാം മാറി നിൽക്കും. ഡാർലിംഗ്, ഇന്ന് നിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി ഇവൻ ഇന്ന് ഇവന്റെ ജീവൻ എനിക്ക് തരും. കിങ് ക്യൂൻ ജാക്കിയോ? ഓ, സമ്മതിക്കണം. ഇന്ന് നിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി ഇവൻ ഇന്ന് ഇവന്റെ ജീവൻ എനിക്ക് തരും. ഷിറ്റ്, അവന് വരെ ഞാൻ ഇറങ്ങി കളിക്കായിരുന്നു. കുറഞ്ഞ വർഷം പട്ടിയെ പോലെ ഇങ്ങനെ തോക്കില്ലായിരുന്നു. ശരിക്കും അവന് വട്ടാണ്. പീറ്റർ, നീ നിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നദാഷ മാഡത്തിന്റെ ജീവൻ കളഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. കിട്ടിയ അവസരമൊന്നും മുതലാക്കാതെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഡാർലിംഗ്. അറിയാലോ,
ഞാൻ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണെന്ന്? നിന്റെ ഈ സൗന്ദര്യം നിറഞ്ഞ ഈ മുഖം കാണുമ്പോ എനിക്ക് കഷ്ടം തോന്നുന്നു. അതുകൊണ്ട് എന്റെ ഓഫർ ഇപ്പോഴും ഓപ്പണാണ്. ഓർമ്മയുണ്ടല്ലോ, 3 വർഷം എന്റെ അടിമയായിട്ട് ഇരിക്കേണ്ടി വരും, എന്നെ സന്തോഷിപ്പിക്കേണ്ടി വരും. പറയോ, സമ്മതമാണോ? ഇല്ലേ? എങ്കിൽ നിന്റെ ഈ ഹീറോയുടെ ജീവൻ വെറുതെ വേസ്റ്റ് ആയി പോകും. ഇവനെ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് കൊല്ലും. നടാഷ മാം, അവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവർ രണ്ടാളും കൂടി ചേർന്നാണ് നിങ്ങൾക്ക് വല വിരിച്ചിരിക്കുന്നത്. ഞാൻ ശരിക്കും തോറ്റുപോയോ? പീറ്റർ, ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കസീനോ പ്രൈഡ് അടച്ചുപൂട്ടേണ്ടി വന്നേനെ. താങ്ക് യു സോ മച്ച്. പിന്നെ നീ ആന്റണിയുടെ ചീറ്റിംഗ് കണ്ടുപിടിച്ചു. നീ ഇത്ര വലിയ എക്സ്പേർട്ട് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ എന്റെ കണ്ണുവെട്ടിച്ചാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറയാൻ പറ്റില്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നീ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ കസീനോയ്ക്ക് ഒരു എക്സ്പേർട്ടിന്റെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് സീനിയർ സ്പോട്ടറിന്റെ പൊസിഷൻ തരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഐ എം സോറി. ഇനി എനിക്ക് നിങ്ങളുടെ കാസിനോയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ പോവാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ പൈസ നിനക്കുള്ളതാണ്. ന്യൂ ഇയർ നന്നായി സെലിബ്രേറ്റ് ചെയ്യേ. ഇനി എപ്പോഴെങ്കിലും നിനക്ക് കാശിന്റെ ആവശ്യം വരുവാണെങ്കിൽ അപ്പൊ തന്നെ നീ എന്നെ തേടി വന്നേക്ക്. ബൈ. ഒരു ഓംലെറ്റ്. പീറ്റർ, ഞാൻ ചാര. എന്റെ പൊന്നെ, എന്ത് കളിയാന്ന് കളിച്ചത്. സത്യമായിട്ട് പറയാ, നല്ല പൊളിയായിരുന്നത്. വേറെന്തെങ്കിലും ഉണ്ടോ? അതെ, എന്റെ അടുത്തൊരു ഓഫർ ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിട്ട് മാറാം. നമുക്കിവിടുന്ന് കാശിനൊല്ലിക്കല്ല, എന്റെ കുറച്ച് കാശുണ്ടെന്നേ. നമുക്കവിടെ പോയി കളിച്ചിട്ട് കൈ നിറയെ കാശുണ്ടാക്കണം. മുത്തെ കാടി പൊളിയാക്കാന്ന്. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. റെഡിയാണോ? എന്തത്, എന്ത് പരിപാടി? താങ്ക് യു. ഞാൻ പറയുന്നത് കേട്ടെ. ഞാൻ തനിച്ച് കളിക്കുമ്പോഴെല്ലാം തോറ്റു പോവാന്നേ. ഒരുപക്ഷെ നിന്റെ ഭാഗ്യം എനിക്കും കൂടി കിട്ടിയാലോ? എന്ത് പറയുന്നു? അതെ അതെ, ഒന്ന് നിക്കുന്നേ, ഒന്ന് നിക്കുന്നേ. സാറേ, അനിയ കഴിക്കാൻ എന്തെങ്കിലും താത്താ പ്ലീസ്, എന്തെങ്കിലും തന്നിട്ട് പോ. ഇവൻ എന്നെക്കാളും വലിയ പിച്ചക്കാരനാണെന്ന് തോന്നുന്നല്ലോ. ഇത് പിടിച്ചോ, വീട്ടിലേക്ക് പൊക്കോളൂ. ആ വേണ്ട, ഇവിടെ വെച്ച് തുറക്കണ്ട. വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കിയാൽ മതി. വിശക്കുന്നുണ്ടോ? അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കുന്നേ. താൻ കൊള്ളാലോ, ഒറ്റ സെക്കൻഡൂടെ പിച്ചക്കാരിയെ കോടീശ്വരക്കി കളഞ്ഞില്ലേ. ഇത് ഞാൻ അറിഞ്ഞെങ്കിൽ ഞാനും അല്ല ഇനി പോയിട്ട് ഇരുന്നേനെ. കാസിനോയിൽ കാശ് മഴ പോലെ വന്ന് പെയ്യുന്നില്ലേ? അതിന്ന് കുറച്ച് ഇവരുടെ മേത്ത് വന്ന് വീണാലും ഈ പാവങ്ങളുടെ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ആവില്ലേ? ആ കാര്യം നീ പറഞ്ഞത് വളരെ ശരിയാട്ടോ. ന്യൂ ഇയർ ആയിട്ട് മഴ പെയ്യുന്നത് കണ്ടോ? കാശിന്റെ മഴ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാ പറയൂ? ഇത്രയും പൈസ എടുത്ത് അവർക്ക് മാത്രം കൊടുത്തു, മറ്റുള്ളവർ കൊടുത്തൂല്ല. അതെന്താ? കാരണം അവരുടെ അക്കൗണ്ടിൽ നിന്റെ അക്കൗണ്ടിലേക്കാളും കൂടുതലുണ്ട്. യാചിക്കുന്നത് അവരുടെ തൊഴിലാ. പക്ഷെ ആ കുഞ്ഞ് അത് വിശന്നിട്ടായിരിക്കുന്നെ. അതെ, ഒന്ന് നിന്നേ. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാ. നീ നല്ല കളിക്കാരൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാ. ഞാൻ പറഞ്ഞൊന്ന് കേക്കുന്നേ. നീ എന്നോടൊപ്പം വാ, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന്. അതെ, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാലുണ്ടല്ലോ, പിന്നെ ലൈഫ് വേറെ ലെവലിൽ പോവും. എനിക്ക് വലിയ വലിയ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. കണക്ഷൻസ് ഉണ്ടോ? പിന്നല്ലാതെ. ഇയാളെ നിനക്കറിയാവോ? എനിക്കിവനെ അറിയാം. ഇവന്റെ പേര് ഡേവിഡ് എന്നാ. വർഷങ്ങൾക്ക് മുമ്പ് ട്രക്ക് ഓടിച്ച് നടന്നവനാ. ഇപ്പൊ സ്വന്തമായിട്ടൊരു ബാറുണ്ട് ഇവന്. അതിന്റെ തൊട്ടടുത്ത സ്ട്രീറ്റില് മറ്റൊരു ബാർ കൂടിയുണ്ട്. അവിടെ എല്ലാ ന്യൂ ഇയറിലും ഇവൻ ചൂത് കളിക്കാൻ വരും. പലരെയും തോൽപ്പിച്ച് ഒന്നുമില്ലാതാക്കി മാറ്റും. ഇതുവരെ അവനെ ആരും തോൽപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നീ പറഞ്ഞ ആൾ ഇയാള് തന്നെയാണോ? അത് ഉറപ്പാണോ? പിന്നല്ലാതെ. കഴിഞ്ഞ വർഷവും ഞാൻ അവിടെ തന്നെ പോയത് ചൂത് കളിക്കാനായിട്ട്. ചൂത് കളിച്ച് ഞാൻ തോറ്റുപോയി. എന്റെ കാറും അവൻ കൊണ്ടുപോയി. എന്റെ മൊത്തം അവൻ മേടിച്ചെടുത്തു. ഞാൻ അവിടെ നടന്നാ പോന്നത്.
എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. നിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അടിപൊളിയായിരിക്കുന്ന തോന്നുന്നേ. അതെ, നീ ശരിക്കും ആ ഡെവിളിനൊപ്പം ചൂത് കളിക്കാൻ പോവുകയാണോ? എന്താ സംശയമുണ്ടോ? ഇല്ലില്ല, എനിക്കൊരു സംശയമില്ല. പക്ഷേ നീയല്ലേ പറഞ്ഞ ഗാംബ്ലിംഗ് നിർത്തിയെന്ന്. പക്ഷെ ഇന്ന് ഞാൻ കളിക്കും, എന്റെ കൂട്ടുകാരന് വേണ്ടി. കൂട്ടുകാരനോ? ഞാനോ? നിനക്ക് നിന്റെ കാറും കാശും ഒക്കെ തിരിച്ചു വേണോ വേണ്ടയോ? എന്ത് ചോദ്യം അത്? വേണമെന്നേ. നിനക്ക് ആവശ്യമുള്ളത് കിട്ടും, വിഷമിക്കണ്ട. ഇന്ന് താൻ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. എനിക്ക് സന്തോഷായി. വാ വാ വാ, പോവാൻ പോ, വേഗം പോ. മഴയൊക്കെ പോയി. അതെ, ഇവിടെ അകത്താ ഡേവിഡ് ചൂത് കളിക്കുന്ന ഗോഡൌൺ. എല്ലാ വർഷവും ന്യൂ ഇയറിന് ആയിരക്കണക്കിന് ആളുകളാ വരുന്നത് ചൂത് കളിച്ച് ജയിക്കാൻ. പക്ഷെ ജയിക്കുന്നത് ഡേവിഡ് മാത്രമാ. നിങ്ങൾ ഈ വണ്ടി കണ്ടോ? ഇതായിരുന്നു ഒരു സമയത്ത് എന്റെ വണ്ടി. ആ കള്ള റാസ്കലിനെ ചൂതുകളി തോപ്പിച്ചു കളഞ്ഞു. അപ്പോ ഡേവിഡും ചീറ്ററാണല്ലേ? അങ്ങനെയൊന്നും അല്ലെന്നേ, ചീറ്ററൊന്നുമല്ല. വില്ലാളി വില്ലനവൻ, അടിപൊളി പ്ലെയർ അവൻ. അവൻ തോറ്റിട്ടേ ഇല്ല. ഇവൻ ഒന്നെങ്കിലും ഒരു പാവം മനുഷ്യനാണ്, അല്ലെങ്കിൽ മണ്ടനാണ്. ഡേവിഡിന്റെ കള്ളക്കളിയെ അയാളുടെ കഴിവാന്നാ വിചാരിച്ചു വെച്ചേക്കുന്നേ. എന്നാ പോയാലോ? താൻ എങ്ങനെങ്കിലും ഈ കാർ എനിക്ക് തിരിച്ചു പിടിച്ചു തരണം. ഹലോ താരാബായ്, വന്നല്ലേ? ഇന്ന് തന്നെ ലക്ക് തന്റെ കൂടെ ഉണ്ടാവുന്ന തോന്നേ. നീ പറഞ്ഞ ശരിയാ, ഇന്ന് എന്റെ ലക്ക് കൈയോടെ കൊണ്ടുവന്നിരിക്കുക. ഒരു കാര്യം ചോദിക്കട്ടെ, ഡേവിഡ് എവിടെയാ? ഡേവിഡോ? ആ, ഡേവിഡ് അവിടെ ഉണ്ട്, ഗോട്ടി മാസ്റ്റർ കളിക്കുക. ഈ കളിയെ 2 ഡൈസ് ഇങ്ങനെ കറക്കി വലിച്ചെറിയും. ഏത് നമ്പറാണോ നിങ്ങൾ കാണുന്നത് അത് ബേസ് നമ്പറായി മാറും. പിന്നെ വേറെ വേറെ നമ്പറിലുള്ള കാർഡ്സ് പ്ലെയേഴ്സിന് കൊടുക്കും. അവരുടെ കാർഡിലുള്ള നമ്പർ ഡൈസിലുള്ള നമ്പറിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളിക്കാരൻ തോറ്റുപോയെന്നർത്ഥം. ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവൻ മാത്രം വിജയിക്കും. പറഞ്ഞില്ലേ, കളിയുടെ കാര്യത്തിലെ അഗ്രഗണ്യനവൻ. ദാദാ ഡേവിഡ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാൻ അവസാനം നിന്നെ കണ്ടുപിടിച്ചു ഡേവിഡ്. നിന്റെ അവസാന നാളുകൾ അടുക്കാറായി. എല്ലാം ഞാൻ വിജയിച്ചു. ധാരാ, നീ വീണ്ടും വന്നോ? നടന്നായിരിക്കും വന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നീ വണ്ടി വെച്ച് തോറ്റുപോയതല്ലേ? വീണ്ടും തോക്കാൻ വന്നാണോ? ഡേവിഡ്, ഈ പ്രാവശ്യം ഞാനല്ല, ദാ ഇവനാ വന്നിരിക്കുന്ന ചൂത് കളിക്കാൻ. നിനക്ക് കാശെന്ന് വെച്ചാ ഭ്രാന്തല്ലേ? ഒട്ടും വിഷമിക്കണ്ട, ഇവന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. ഒരു ഭിക്ഷക്കാരൻ, ഒരു രാജാവ്, അവര് തമ്മിൽ കൂട്ടുകെട്ടോ? നീ എവിടുത്തെ രാജാവാടാ? നീ ഇവന്റെ കൂടെ കളിക്കുക, അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും. ഇരിക്കടാ രാജാവ്. എത്ര വെച്ചാ നീ കളിക്കാൻ പോകുന്നത്? $500. അയ്യോ, 500. ഇതാണോ നീ പറഞ്ഞ രാജാവിന്റെ പവർ? നിങ്ങളുടെ കയ്യിൽ 500 രൂപ മാത്രമേ ഉള്ളോ? അതെ. കൂടുതലുണ്ടെങ്കിൽ എടുത്ത് കളിക്ക്, ഇത് തീരെ കുറഞ്ഞുപോയി. എന്നെ വിശ്വസിക്കേ ഡേവിഡ്. 10,000 ഉണ്ട്. ഇനിയാണടാ എന്റെ കടി. അതെ മോനെ, എന്റെ പൈസ നിന്റെ പൈസയായിട്ട് കൂട്ടിക്കോ. ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ. ഇത് മുഴുവനും വെച്ച് കളിക്കാൻ പോവാ. എന്തേത്? കുറച്ച് കുറച്ച് വെച്ച് കളിച്ചൂടെ? ഇത് വലിയ റിസ്ക് ആവും കേട്ടോ. റിസ്ക് എന്റെ DNA-യിലുള്ളതാ. എന്നാ കാർഡ്സ് ഇട്ടേക്കാം. ഞാനിത് വേറെ രീതി സെറ്റ് ചെയ്യാൻ പോവാ. നീ തോറ്റു തുന്നം പാടോടാ. നീ ഇത് സെറ്റ് ചെയ്താ എന്റെ പരാജയം ഉറപ്പാണ്. ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. റൂൾസ് അനുസരിച്ച് ഈ സ്ലൈസ് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് കളിക്കാം. എടുത്ത് കളിക്കേ. അതെ, ഡൈസിന്റെ നമ്പർ 6ആ. ആരുടെ സ്ലൈസസ് ആണ് കൂടുതൽ അവരായിരിക്കും ഈ ഗെയിമിൽ ജയിക്കുക. ധാരാ, നീ എന്തിനാടാ കമന്റ് പറയുന്നേ? അവനെ കളിക്കാൻ വിട്. എന്നാ ശരി, നീ നിന്റെ സ്ലൈസ് കാണിക്ക.
ഡേവിഡിന്റെ മൊത്തം 7, നമുക്കുള്ളത് 3. അടുത്തത് 5 ആണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. കാര്യമായിട്ട് നോക്ക്. ശ്ശോ, 5 കൂടുതൽ വന്നിരുന്നെങ്കിൽ നമ്മൾ വിജയിക്കില്ലായിരുന്നോ? അതവന് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയതല്ലേ അല്ലേ? രാജാവിനെ ഞാൻ തോൽപ്പിച്ചു. രാജാ സാറേ, കാശുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കളിക്കുന്നേ, അല്ലെങ്കിൽ ഇവിടുന്ന് പോടാ. അതന്നെ, നീ എങ്ങനെ തോറ്റുപോയത്? നീ തോറ്റ പോലെ തന്നെ. ഏയ്, നിന്നെ പുറത്തുകൊണ്ട് വിടണോ? ഡേവിഡ്, നീ അവനോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ട. ഡേവിഡ്, നീ അവനോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ട. എന്നാ വേണ്ട, ഞാൻ നിന്നോട് സംസാരിക്കടാ. കാശുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കളിക്കടാ, അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. പോടാ. ഡാടാ, മര്യാദയ്ക്ക് ഇറങ്ങി പോടാ. ഈ സ്ഥലം നിന്നെ പോലെയുള്ള കൊച്ചു പിള്ളേർക്കുള്ളതല്ല. എന്താടാ ഒരു ചൊറിഞ്ഞ നോട്ടം? വേഗം ഡിസൈഡ് ചെയ്യ്. ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞടാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. താൻ വാ, നമുക്ക് പോവാം. അവര് തന്നെ ടീസ് ചെയ്യാണ്. നിക്ക്, എനിക്കുണ്ടായ അപമാനം സഹിച്ചു, പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗാബിലേ, എനിക്കിപ്പോ കാശ് വേണം, ഉടനെ തിരിച്ചു തന്നേക്കാൻ ഞാൻ. നിനക്കിപ്പോ എത്ര രൂപയാ വേണ്ടത്? നീ പറയ, നിനക്ക് എത്ര വേണ്ടത്? 20,000? 2 ലക്ഷം. 2 ലക്ഷോ? 2 ലക്ഷം. 2 ലക്ഷോ? 2 lakh. അങ്ങനെ ആയിക്കോട്ടെ, നീ പറഞ്ഞ 2 ലക്ഷം തന്നെ. ഗാബിലെ, പറഞ്ഞ 2 ലക്ഷം രൂപ തന്നെ. ഈ പ്രാവശ്യം ഞങ്ങൾ വിജയിച്ചിരിക്കും. ധാരാഭായ്, 10-30 ആണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ 2 ലക്ഷം നിങ്ങൾ എങ്ങനെ തിരിച്ചു തരും? ഗാബിലെ, എനിക്ക് 60 ലക്ഷത്തിന്റെ വീടുണ്ട്, അത് വിറ്റിട്ട് നിനക്ക് കാശ് തന്നേക്കാം. ഇപ്പൊ അങ്ങോട്ട് താ. എടോ, താൻ ശരിക്കും ഒരു ഇമോഷൻ ഫൂളായി മാറിയിരിക്കുക. തന്നെ പോലുള്ള ആൾക്കാരെ ഈ കളി എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നേ? ശരി, തരാം. പക്ഷെ 13% ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ആണോ? 13? എന്താ അത്? എന്ന് വെച്ചാ നിന്റെ ആവശ്യം 10 രൂപയാണെങ്കിൽ ഞാൻ തരുന്നത് 9 ആയിരിക്കും. പക്ഷെ തിരിച്ചു തരുമ്പോ 13 വേണം. അത് ഒരാഴ്ചക്കകം. അതിൽ കൂടുതൽ സമയം എടുത്തോണ്ടല്ലോ ഇൻട്രസ്റ്റ് ഡബിൾ ആയിരിക്കും. തനിക്ക് ഓക്കെ ആണോ? ഗാബിലെ, ഈ ബാറങ്ങ് ക്ലോസ് ചെയ്തിട്ട് കഴുത്തറക്കണ ക്ലബ് അങ്ങ് തുടങ്ങിയേക്ക്. അതായിരിക്കും നല്ലത്. എന്റെ അച്ഛൻ പൈസ ചോദിച്ചാലും ഞാൻ ഇത് തന്നെ അയാളോട് പറയാൻ പോകുന്നത്. ബിസിനസ്സിൽ എല്ലാരും സമമാണ്. നിനക്ക് കാശ് വേണോ? ശരി ശരി, അതൊക്കെ ദാ സഹോദര, മൊത്തം 2 ലക്ഷം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റുപോയി, പക്ഷേ തോറ്റിട്ട് വിജയിക്കുന്നവനാണ് വില്ലാളി വില്ല. നിർത്ത്, കളി തുടങ്ങാൻ പറ. പിന്നെ നിന്റെ നാടകമൊക്കെ ഉണ്ടല്ലോ, അത് പുറത്ത് കളിക്ക്. ഞാൻ ഈ മുഴുവൻ കാശും വെച്ച് കളിക്കാൻ ഇറങ്ങുവാണ്. ഞാൻ ഈ മുഴുവൻ കാശും വെച്ച് കളിക്കാൻ ഇറങ്ങുവാണ്. ഇവൻ ശരിക്കും വലിയൊരു ഡീലറാണോ അതോ പരമണ്ടനാണോ? കാശ് ഒറ്റടിക്ക് ഇറക്കിയല്ലോ. അതെ, ആർ യു ഷുവർ? ഒറ്റടിക്ക് ഇറക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ചായിട്ട് ഇറക്കാമല്ലോ. 50,000, 1 ലക്ഷം, അങ്ങനെ. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തേക്ക്. കളിയുടെ റൂൾസ് ഒക്കെ അറിയാലോ. അഥവാ ഞാൻ വിജയിച്ച നീ എനിക്ക് 2 ഇരട്ടി പൈസ തരേണ്ടി വരും. അറിയാം. എന്ന് വെച്ച 4 ലക്ഷം ഉണ്ടോ നിന്റെ കയ്യില്? നീ അത് കേട്ടില്ലേ? എന്റെ കൂട്ടുകാരൻ അവന്റെ വീട് വെച്ചാ കളിക്കുന്നേ. ധാര, നീ സത്യം പറ, ഇത് നിന്റെ കൂട്ടുകാരനാണോ ശത്രുവാണോ? നിന്നെ തെരുവിലിറക്കം പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. നിനക്ക് പേടിയൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. പേടിച്ചവൻ അപ്പ തന്നെ ചത്തെന്നർത്ഥം. പിന്നെ എന്തിനാണ് വിറയ്ക്കുന്നേ? നീ നിന്റെ കാശ് വെക്കേ, നമുക്ക് കളി തുടങ്ങാം. എന്നാ പിന്നെ തുടങ്ങിയേക്കാം. ഡൈസ് നമ്പർ 6. 6-ൽ കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അവർ ജയിക്കും. ഇവന്റെ ആദ്യത്തെ നമ്പർ തന്നെ 6 ആണല്ലോ. ദൈവമേ, ഈ പ്രാവശ്യം 2 ലക്ഷം പോവോ?